ഹലോ, ഈ ഷർട്ട് ഇഷ്ടമായോ? ഇതോ? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഫാഷൻ വീഡിയോകളാണ് ഈ ചാനലിൽ ചെയ്യുന്നത് എന്ന്. അങ്ങനെയല്ല. 2-3 മാസങ്ങൾക്ക് മുന്നെയാണ് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാന്നുള്ള ഒരു ഇതിൽ നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മോളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഫോർമൽസിന് വേണ്ടി ഞാൻ അന്വേഷിച്ച് ചെന്നെത്തിയത് ഈ വെസ്റ്റ് സൈഡ് എന്നുള്ളൊരു ഷോറൂമിലേക്കാണ്. അങ്ങനെ അവിടുന്ന് ഈ ഒരു ഫോർമൽ ഷർട്ടൊക്കെ വാങ്ങി. പിന്നെ എനിക്കൊരു ഗോവ ട്രിപ്പ്, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള നമ്മുടെ ലാലേട്ടൻ സ്റ്റൈൽ ഒരു ഡ്രസ്സ് വാങ്ങണം എന്നുള്ള ഒരു ഇതിലാണ് ഞാനിങ്ങനെ വീണ്ടും സെർച്ച് ആരംഭിച്ചത്. അപ്പോൾ ഈ വെസ്റ്റ് സൈഡിൻ്റെ വളരെ അടുത്ത് തന്നെയായിരുന്നു ഒരു സുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഞാൻ കാണാനിടയായത്. അങ്ങനെ സുഡിയോയിൽ പോയി വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ്, അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇടിച്ചു നിരത്തി ഷോപ്പിംഗ് പിന്നെ ചെയ്യുന്ന ഒരു രംഗം കൂടി ഞാൻ സുഡിയോയിൽ കാണുകയുണ്ടായി. അതിൻ്റെ മെയിൻ കാരണം എനിക്ക് നോക്കിയപ്പം അറിയാം, പല ഇപ്പം ഷർട്ട്സ് ആണെങ്കിലും വളരെ റീസണബിൾ ആയിട്ട് പ്രൈസ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ പെർഫ്യൂംസ്, ഇപ്പം സ്ത്രീകളുടെ ഡ്രസ്സസ് അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലുള്ള സെഗ്മെന്റും സുഡിയോയിൽ കാണാനിടയായി. മേ ബി അതുകൊണ്ടായിരിക്കണം ഇത്രയും ഒരു ക്രൗഡും എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഫൈനാൻസ് മൈൻഡാണല്ലോ എവിടെ പോയാലും. അപ്പോൾ അങ്ങനെ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ വെസ്റ്റ് സൈഡും സുഡിയോയും രണ്ടും ഓൺ ചെയ്യുന്നത് ടാറ്റയാണ്. മാത്രമല്ല ടാറ്റ ഇത്തരത്തിലുള്ള ബ്രാൻഡുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ട്രെൻഡ് എന്നുള്ള പേരിൽ ആ ഒരു ഓഹരിയെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ അത്യാവശ്യം പഠനത്തിനൊക്കെ ശേഷം ഞാൻ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നത് 3000 രൂപയ്ക്ക് താഴെയായിരുന്നു. അങ്ങനെ ഏകദേശം 6 മാസങ്ങൾക്കിപ്പുറം ആ സ്റ്റോക്കിന്റെ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 100% റിട്ടേൺസ് ഇതുവരെയായിട്ട് ട്രെൻഡ് നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 200%-ഓളമുള്ള റിട്ടേൺസ് ആണ് ട്രെൻഡ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ സൃഷ്ടിച്ചത്. ഇന്ത്യയിൽ 200-ൽ പരം വരുന്ന വെസ്റ്റ് സൈഡ് ഔട്ട്ലെറ്റുകൾ, 350-ൽ പരം വരുന്ന സുഡിയോ ഔട്ട്ലെറ്റുകൾ, 63-ൽ പരം വരുന്ന സ്റ്റാർ സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ, കൂടാതെ ഉഡ്സത്, സമൂഹ് പോലെയുള്ള ലക്ഷറി ബ്രാൻഡുകൾ വേറെയും. ഇതൊക്കെ ടാറ്റ ട്രെൻഡിന് കീഴിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. 1,40,000 കോടി രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള റീറ്റെയിൽ സെഗ്മെന്റിലുള്ള ഒരു ലാർജ് ക്യാപ് ഓഹരിയാണ് ഇന്ന് ട്രെൻഡ്. കമ്പനിയുടെ ഫണ്ടമെന്റൽസ് എടുത്ത് നോക്കുമ്പോഴും വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ്സും അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്തും ഒക്കെ ഏകദേശം 30% മുകളിലാണ്. അതുപോലെ നമ്മൾ ഇവരുടെ പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ പോലെയുള്ള റേഷ്യോസ് നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുക. അതായത് ഇപ്പോൾ പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ കാണുന്നത് ഏകദേശം 167 ആണ്. നമുക്കറിയാം കൈൻഡ് ഓഫ് ഓവർ വാല്യൂഡ് സിറ്റുവേഷനിലാണ് കമ്പനി ഇപ്പോഴുള്ള ഒരു സ്റ്റേജിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബുക്ക് വാല്യൂ ആണെങ്കിൽ 91, ഏർണിംഗ്സ് പെർ ഷെയർ ആണെങ്കിൽ ഏകദേശം 23 ആണ് വരുന്നത്. ഇതൊക്കെ ഒരു ഓവർ വാല്യൂഡ് സ്റ്റോക്ക് എന്നുള്ള രീതിയിലാണ് ട്രെൻഡിനെ നമ്മൾക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അടുത്ത് വന്ന ഫെബ്രുവരിയിൽ വന്ന ക്വാർട്ടർലി റിസൾട്ട് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ട്രെൻഡിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത്. കമ്പനിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ 2011 മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിവിഡൻഡ് പേ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ട്രെൻഡ്. ഇവരുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഓൺ ആൻ ആവറേജ് വരുന്നത് 30-50% ഇടയിലാണ്. കമ്പനിയുടെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ കാണുക ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ്. ഈ ലാബിലിറ്റി സൈഡിൽ പ്രത്യേകിച്ച് ബോറോയിങ്സ് 2022 മുതൽ ബോറോയിങ്സ് വളരെ വലിയ രീതിയിലാണ് വർദ്ധിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 2022 മുതൽ ട്രെൻഡ് ഒരുപാട് ലീസ് എഗ്രിമെന്റ്സിൽ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീസ് ലാബിലിറ്റിയാണ് പ്രധാനമായിട്ടും ഈ ബോറോയിങ്സിന്റെ ഒരു മേജർ ചങ്കും വഹിക്കുന്നത്. മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കമ്പനി ഒരു നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചർ കൂടി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കമ്പനിയുടെ മേജർ ആയിട്ടുള്ള ഒരു ബോറോയിങ്സ് എന്ന് പറയുന്നത്. പക്ഷേ ലീസ് എഗ്രിമെന്റ്സ് വന്നത് 2022 ശേഷമാണ്. നമുക്കറിയാം കമ്പനി ഒരുപാട് രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നുണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലീസ് എഗ്രിമെന്റ്സും ബോറോയിങ്സും ഒക്കെ ആ ഒരു ഗ്രോത്ത് മേ ബി ജസ്റ്റിഫൈ ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് ഇത്തരത്തിലുള്ള ലീസ് എഗ്രിമെന്റ്സും ഈ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കമ്പനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് പേയ്മെന്റുകളൊക്കെ ഈ ഒരു ഒബ്ലിഗേഷനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോസും വളരെ അത്ര ഒരു ഇംപ്രസീവ് ആയിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് കമ്പനി ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഒക്കെ മുന്നിൽ കണ്ടു വേണം ഒരുപാട് അസറ്റ്സിലും ബിൽഡിങ്ങുകളിലും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫിക്സ്ഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സും ഈ ഒരു ക്യാഷ് ഫ്ലോനെ കാര്യമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഓൾറെഡി ഗെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്
മേ ബി ഇത്തരത്തിലുള്ള ചെറിയ റീസൺസ് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുവാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ടെക്നിക്കൽസിലേക്ക് പോകുമ്പോൾ ഈ 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 50, 100, 200 ഡേ മൂവിങ് ആവറേജ് ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ അതിനൊക്കെ മുകളിലാണ് കമ്പനിയുടെ സ്റ്റോക്ക് കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അതിപ്പോഴും ഒരു ബുള്ളിഷ് സിഗ്നൽ തന്നെയാണ് മാർക്കറ്റിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ ഉള്ളത് ഏകദേശം 77-ലാണ്. അപ്പോൾ നമുക്കറിയാം ഈ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അല്ലെങ്കിൽ RSI ഒരു 70 മുകളിലൊക്കെ പോവുകയാണ് എങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് ഓവർ ബോട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡിന്റെ ഇപ്പം ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 4000 ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഓവർ ബോട്ട് പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ മറ്റുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ നോക്കുകയാണെങ്കിലും ഒക്കെ ഒരു ബുള്ളിഷ് സിഗ്നൽ നമുക്കിപ്പോഴും മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്കിന് ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് വരികയാണെങ്കിലും ഈ ഒരു സ്റ്റോക്ക് അത്യാവശ്യം രീതിയിൽ ഒരു കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിലും മേ ബി നമുക്കൊരു SIP മോഡലിലേക്കൊക്കെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്ക് തന്നെയാണ് ട്രെൻഡ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇവരുടെ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് കൺസിസ്റ്റന്റ് ആയിട്ട് ഏകദേശം 37% നിൽക്കുന്നത്. ടാറ്റ സൺസിനും അതുപോലെ തന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനുമാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീസെന്റ്, അതായത് ഈ വർഷം തന്നെ ജനുവരി മാസത്തിൽ ഒരു ഫ്രഞ്ച് ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനി ആയിട്ടുള്ള സൊസൈറ്റി ജനറൽ എന്ന് പറഞ്ഞൊരു കമ്പനി ട്രെൻഡിന്റെ ഒരുപാട് ഓഹരികൾ ഏകദേശം 1,35,000 ഓഹരികൾ ഒരു ബ്ലോക്ക് ഡീൽ മുഖാന്തരം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കറിയാം ഈ ടാറ്റ പവർ പോലെ തന്നെ ഈ ട്രെൻഡും നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിലുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ പ്രത്യേകിച്ചും ഈ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിലൊക്കെയുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ UTI നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിലൊക്കെ ഈ ട്രെൻഡ് ഒബ്വിയസ്ലി അതിൽ ഉള്ള ഒരു സ്റ്റോക്കാണ്. മാത്രമല്ല ആക്സിസ് മിഡ് ക്യാപ്പ്, ICICI പ്രൊഡൻഷ്യൽ, ഫ്ലെക്സി ക്യാപ്പ് പോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഈ ട്രെൻഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർസെൻറ്റേജിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ട്രെൻഡ് എന്നുള്ളത് ഇതോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഉള്ളൊരു സംശയം എന്നുള്ളത് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സ്റ്റോക്ക് ആയിരിക്കാം, പക്ഷേ ഇപ്പോൾ ഒരു ഓവർ വാല്യൂഡ് പൊസിഷനിൽ അല്ലെങ്കിൽ ഓവർ ബോട്ട് സിറ്റുവേഷനിലാണ് ഉള്ളത്. മാർക്കറ്റ് ആണെങ്കിലും വളരെ വലിയ രീതിയിൽ ഓൾ ടൈം ഹൈ പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ പ്രസക്തമാണ്. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺസോൾട്ടേഷൻ ഒക്കെ വരുമ്പം നമുക്ക് SIP രീതിയിൽ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതോടൊപ്പം വാരൻ ബഫറ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ബൈ എ വണ്ടർഫുൾ കമ്പനി അറ്റ് എ ഫെയർ പ്രൈസ് ദാൻ എ ഫെയർ കമ്പനി അറ്റ് എ വണ്ടർഫുൾ പ്രൈസ്. താങ്ക് യു.